ഹലോ ഗായ്സ്, പുതിയൊരു ഗെയിമിലേക്ക് സ്വാഗതം. ഇന്ന് മൈൻക്രാഫ്റ്റ് അല്ല, ഈ ഗെയിമിൻ്റെ പേരെന്താ, ഓഷൻ ഈസ് ഹോം എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമാണ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത്. മൈൻക്രാഫ്റ്റിൻ്റെ അകത്ത് നമ്മൾ 12 IFNഡറും ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റേ അടുത്ത എപ്പിസോഡിൽ ഡ്രാഗനെ കൊല്ലുന്നതാണ് എന്നൊക്കെ പറയും. നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താക്കണ്ടേ, കത്തി. അതിനെ കൊണ്ടൊന്ന് മരം വെട്ടണോ? പഴം. ഒരു ബനാന കിട്ടിയിട്ടുണ്ട്. ഇൻവെൻട്രി എങ്ങനെയുണ്ട്? ഇതൊന്ന് ചണ്ടിക്കാരനായ ഇയാളെന്തിനാ ഇതിനെ ചണ്ടി ഇട്ടിട്ട് വരുന്നത്? രണ്ട് ബാൻഡേജൊക്കെ ഉണ്ട്. മരം വെട്ടുമ്പോൾ ഫൈബറൊക്കെ വുഡോണി ആയിപ്പോൾ ഒന്നാക്കാൻ. മരന്തേ മുറിഞ്ഞു പോവാത്ത. പക്ഷെ ഒരു മരം അനക്കൂല്ലല്ലോ. മരത്തത്തെ വുഡെല്ലാം കഴിഞ്ഞു. ഇതെന്തൊന്ന് വുഡല്ലേ? എന്നാലും ഈ ഗെയിമിന് നല്ല വ്യൂ ഉണ്ട്. അത് നല്ല രസമുണ്ട്. പിന്നെ ഇത് ക്രാഫ്റ്റിങ്. ഈ ഗണ്ണൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ഡെസേർട്ടികളൊക്കെ നല്ല ഗെയിമാണ്. 2 വുഡ് കളയാൻ നമുക്കൊരു 2 വുഡ് കുറച്ച് സ്റ്റോണായാൽ നമുക്കൊരു ആക്സ് ആക്കാം. ബിൽഡിങ് ഇതിനടിയിൽ ഇതിലും മറ്റേ ശ്വാസം ഉണ്ടല്ലേ. ഇതൊരു സർവൈവൽ ഗെയിമാണ് മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്. ഇതിന് മിക്കവാറും കുറച്ച് എപ്പിസോഡൊക്കെ ഇതെന്ന് തോന്നുന്നു. ഇതിൽ എൻഡിങ് ഒക്കെ ഉണ്ടാവുന്നൊരു ഡൗട്ട്. എന്താ ഒരു ബോട്ടുണ്ട് അവിടെ. ബോട്ടാണ് ഇത് ബോട്ടിടേണ്ട സ്ഥലമല്ല. ഇനി ഈ ബോട്ട് അതിനകത്തേക്ക് ഇടാൻ പറ്റുമോ? ഇതിങ്ങനെ ഓടിക്കത്. കിട്ടി. നല്ല രസമുണ്ട്. ഇത്ര ഉണ്ടല്ലോ, ഒറ്റ എനിക്കാവോ? ഇവിടെ ഇപ്പൊ കയറ്റി. ഇവന്നൊരു കണ്ടോട്ടാണ്. എന്ത് പണി. ഇതിൻ്റെ അകത്തൊന്നുമില്ല. രണ്ട് ഫോട്ടോ വെക്കാൻ തോന്നുന്നു. അതിൻ്റെ അകത്ത് ഇരിക്കട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട്? മാപ്പ്. ഇതാണ് നമ്മൾ ഐലൻഡ്. മമ്മി ഈ വെള്ളത്തിനടക്കാണ്. പിന്നെ ഇതല്ല നമ്മൾ ഐലൻഡ് ഇത്. അപ്പം നമുക്കിങ്ങനെ വേറെ ഐലൻഡിലേക്ക് ഇങ്ങനെ സാധാ സ്വിം ചെയ്ത് പോകുമ്പോൾ 20 മിനിറ്റ് എടുക്കും. പക്ഷെ ഈ ഇടിമിന്നൽ കൊടുത്താൽ 17 സെക്കൻഡേ വേണ്ടു. ഇത് എവിടെയൊക്കെ പോകുന്നത്? തിരിച്ചു വരാൻ കഴിയോ? റിസ്ക് എത്തി. പറയാനില്ലല്ലോ. അത് പുതിയ ഐലൻഡാണ്. മരം നിൽക്കുന്ന അത്യാവശ്യം നല്ല ഗ്രാഫിക്സ്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ആണ്. നല്ല ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ലൈറ്റ് ഹൗസ്. അതുണ്ടല്ലേ, വെള്ളത്തിൽ മുങ്ങിയിട്ട് ഇങ്ങനെ പൊന്തുമ്പോൾ കുറച്ച് കാഴ്ച ഒരു കുറവ് പോലെ ഉണ്ട്. പിന്നെ അത് നേരെയാവും.
അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പരിപാടി. ഇതും ഫ്രീയാ. ലാഗ് ചെറുങ്ങനെ ലാഗ് അടിക്കുന്നു. അങ്ങനെ സൗണ്ട് ആദ്യം റാക്സൊക്കെ ആക്കിയിട്ട് ഉള്ളിൽ പോകും. ഇതൊക്കെ ഇത് കളിക്കണ്ടേ എടുക്കണ്ടൊക്കെ ഇതെല്ലാം പിന്നെ ഡ്രോപ്പ് ചെയ്യാം. ബനാന അയ്യോ ഇപ്പൊ കാണാൻ തിരിച്ചെടുത്തു. പിന്നെ ചാട്ടു ഇത് മൈൻക്രാഫ്റ്റ് പോലെയല്ല അല്ലേ. കത്തി കത്തി ആടുന്നു. ഇതിൽ കണ്ടോളൊക്കെ ഭയങ്കര പ്ലാനാണ്. വുഡായിട്ടുണ്ടാകും. ഇത് പറ്റുമോ? പറ്റും. ലെവൽ 2 ഇവിടെ ലെവലുണ്ട്. അത് നമ്മളിങ്ങനെ വെട്ടുമ്പോഴും അത് കൂടി വന്നു കൊടുക്കും. എന്താണ് ഇവിടെ ചാലഞ്ച് ചെയ്ത് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ക്രാഫ്റ്റിന് പറ്റിയൊരു പിക്കാക്സ് ആക്കിയല്ലോ. ആ പിക്കാക്സ് ആക്കാം. ടൈം എടുക്കുന്നു. പൈസ ആണോ? ഇവിടെ പൈസ നോക്കി പൈസ കൊടുത്ത് സാധനങ്ങളൊക്കെ വാങ്ങും. AK-47 മിസൈൽ ലോഞ്ചർ ഇതൊക്കെ എന്താണ്? ഇതൊക്കെയുണ്ടോ ഈ ഗെയിമിൽ? പിന്നെ മൈൻക്രാഫ്റ്റ് ടൂൾസ് ഉണ്ട് ഈ ഗെയിമിൻ്റെ അകത്ത്. ആ ടൂൾസ് വാങ്ങാൻ നല്ല പൈസയാണെന്ന് തോന്നുന്നു. അതൊക്കെ വാങ്ങാം. പൈസ കിട്ടുമെന്ന് വാങ്ങാം. പിന്നെ നമുക്ക് അവിടെ ഒരു ഇത് സ്റ്റോണിനെ ഇത് പിക്കാക്സ് അല്ലേ. ഇതൊന്നും ഇങ്ങനെ ചിത്രത്തിൽ വേറെ. പക്ഷെ ഇതെന്താണ് ഇങ്ങനെ ഒരു ഇത് സ്റ്റോണല്ലല്ലോ. മെറ്റലോറോ അത് പൊട്ടിച്ചെടുക്കാം. പക്ഷെ കുറേ ഉണ്ട്. ഒന്ന് പൊട്ടിക്കുമ്പോൾ 6ഒക്കെയാണ് മെറ്റലോറ് കിട്ടുന്നത്. സ്റ്റോണും കിട്ടുന്നുണ്ട്. ഇതെന്ത്? ഇതും മൾട്ടി ഓറ്. ഒരുപാട് ഓറുണ്ടോ തോന്നുന്നു ഇതിൻ്റെ അപ്പുറം. ലെവൽ 3 ആയി. ചറവറയെ ലെവൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഇനിയും ഒരു 2 മൾട്ടി ഓറും കൂടി ഉണ്ട്. അപ്പോഴിങ്ങനല്ലേ ഇനി നമുക്ക് ആ ബിൽഡിങ്ങിൽ കയറാം. ലൂട്ടൊക്കെ ഉണ്ട്. അത് ലൂട്ടെല്ലാം ഉണ്ടാവുന്നു. ഈ ഫൈബർ എടുക്കുക. ഈ പേപ്പറും ഒന്ന് സിമെൻറ്റോ ഈ സ്റ്റോണൊക്കെ കുറച്ച് അതിൻ്റെ അത് പോട്ടെ. നമുക്ക് ഒരുപാട് സ്റ്റോൺ കിട്ടില്ല. പിന്നെ ഭയങ്കര സ്പീഡിയാക്കും. വണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഭയങ്കര സ്പീഡ്.
ക്ലോത്ത് ഒന്ന് ഗ്ലാസ്സൊക്കെ എന്തിനാ അവിടെ കിട്ടും. പിന്നെയും പേപ്പർ ഇതൊന്നും ആവശ്യമില്ല. ഫൈബർ എടുക്കാം. ഫൈബർ കൊണ്ട് സാധനം നൂലാക്കാൻ പറ്റും തോന്നുന്നു. ഫൈബർ കൊണ്ട് ഇതും പറഞ്ഞേക്കാം. ഇതിൻ്റെ ഒക്കെ സ്ട്രിങ് എടുക്കാം സിമെൻറ്റ് മാറ്റിയിട്ട്. പിന്നെ ഇതൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉപയോഗവും അറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ അടുത്ത അതിനൊക്കെ കയറി വന്നു. ഇതൊന്നും ഇപ്പോൾ വരേണ്ടതെന്നായിരിക്കുമല്ലോ. കണ്ടമാനങ്ങനെ വന്നു. എല്ലാത്തിനും ഒരു നല്ല ഒരുപാട് ഉപയോഗമെല്ലാം ഉണ്ടാവും. ഒന്നും അറിയാണ്ട് കയറി ഒറ്റ വിരല്. പക്ഷെ ഇതൊക്കെ പിന്നെ വന്ന് നമുക്ക് ലൂട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ഉപയോഗമുണ്ട് തോന്നുന്ന സാധനങ്ങൾ മാത്രം എടുക്കുക. ഇതെന്താ ഇത് ടോപ്പല്ല. ഇവിടെ ഒന്നുമില്ല. ഭയങ്കര സ്പീഡിയാക്കും. കാണുന്നില്ല. നൈറ്റായും തോന്നുന്നു. സോംബിയെല്ലാം ഇറങ്ങി വരുവാ രാത്രി പോലെ മൈൻക്രാഫ്റ്റ്. പക്ഷെ ഇതെവിടെ എത്തിയത്? എവിടെ എത്തുന്നില്ലല്ലോ. എവിടെയോ എത്തി. ഇവിടുന്ന് ചാടാൻ കഴിയോ? പക്ഷെ ഇവിടുന്ന് ചാടി ചാവോ? വേണ്ട. ഹെൽത്ത് എവിടെ കാണിക്കുന്നു? അതെ ഹെൽത്ത് ഉണ്ട്. ഇടിമിന്നൽ കുറച്ച് സാധനമുണ്ട്. ഈ സ്റ്റെപ്പൊക്കെ താഴത്തേക്കുണ്ട്. ഭയങ്കര സ്പീഡായി അയാൾക്ക്. പിന്നെ നല്ല മഴയുണ്ട് പുറത്ത്. ഇത്ര കീഞ്ഞാലും കീഞ്ഞിട്ടും എത്തുന്നില്ലല്ലോ. കീഞ്ഞിട്ട് താഴെ എത്തി. ഈ റൂമിലുണ്ട് വേറെ ഉണ്ട്. പിന്നെ സ്റ്റെപ്പോ? ഇത് മൊത്തം സ്റ്റെപ്പാണല്ലോ. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇതിൻ്റെ അകത്തുള്ള എന്തെല്ലാം ഉണ്ടല്ലോ. ഈ ഗൺ പൗഡറൊക്കെ എന്തിനാ? ഇതിനകത്ത് TNT ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? ക്ലോത്തൊക്കെ എടുക്കുക. ക്ലോത്ത് എനിക്ക് ആവശ്യമെന്ന് തോന്നുന്നു. ഇതെന്താണ്? ഇരിക്കട്ടെ കയ്യില്. പിന്നെ എന്തൊക്കെയുണ്ട്? ഇത് ക്ലോത്ത്, പിന്നെ പേപ്പർ. എന്തെന്ന് ഇതൊന്ന് കട്ട. എന്തോ കട്ട. TV ഒക്കെ എടുക്കാൻ കഴിയുമോ? പ്ലാസ്റ്റിക്കോ? പുട്ടുംകുറ്റി പോലെ ഉണ്ട്. ഇതൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. ഇതെന്തോ ഇതൊരു പെട്ടിയാണല്ലോ. പിന്നെ അതിൻ്റെ അകത്ത് പേപ്പർ. ബാക്കി ഇത് കഴിഞ്ഞു. പക്ഷെ നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. വാതിൻ്റെ ഉള്ളിൽ കയറാൻ കൂടെ കഴിയുന്നില്ലല്ലോ. ഇയാൾക്ക് അൾട്രാ സ്പീഡാണ്. പറക്കുന്നയാള്. നമുക്കിനി തിരിച്ചു വീട്ടിൽ പോവാം. ഇതല്ലേ? അങ്ങനെ തിരിച്ചു വീട്ടിൽ പോലെ. കളി തുടങ്ങിയില്ല, അപ്പം തന്നെ ഒരു ലോഡ് ലൂട്ട് കിട്ടി. ഇതിൽ തന്നെ ഒരുപാട് സോംബീസൊക്കെ ഉണ്ടാവുമോ? സോംബി എല്ലാം മൈൻക്രാഫ്റ്റിലില്ലല്ലോ. ഇതിൽ വല്ല വേറെ എന്തെങ്കിലും റിയൽ ആൾക്കാരൊക്കെ തന്നെ ഉണ്ടാവും. ഞങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ ഒരു പാലം വന്നാൽ എങ്ങനെ ഉണ്ടാവും? പക്ഷെ അതൊക്കെ നമുക്ക് പാലം ബിൽഡ് ചെയ്യാനൊക്കെ പറ്റുമോ മൈൻക്രാഫ്റ്റ് പോലെ? പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഈ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിരുന്നു.
നോക്കണ്ടോ ഈ വീടൊക്കെ വെക്കാം. പക്ഷെ മൈൻക്രാഫ്റ്റ് എനിക്ക് അത്ര ഫ്രീഡത്തോടെ ബിൽഡ് ചെയ്യാനൊന്നും കഴിയും തോന്നുന്നില്ല. ഈ ഒരു ചെരുവിലൊന്നും ബ്ലോക്ക് വെക്കാൻ കഴിയില്ല. ബ്ലോക്കല്ല, ആ സാധനം. പിന്നെ അവിടെ ഒരു എന്തോ ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അവിടെ എന്തോ ഒരു സാധനമുണ്ട് ചെറിയ. അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതിന് മുമ്പേ ഇവിടെ ഒരു ബാക്ക് പാക്കിന് എന്നാ ഉണ്ടായി. അപ്പോൾ ഇൻവെൻട്രി നമുക്ക് കിട്ടുമായിരിക്കും ബാക്ക് പാക്കിൻ്റെ. ഇവിടെ ബാക്ക് പാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ആ സ്ഥലത്ത് ബാക്ക് പാക്ക് ഉണ്ടാക്കി വെക്കണം. അതെങ്ങനെയാണ്? അതാ ബാക്ക് പാക്ക്. ക്ലോത്ത് എടുത്ത് നന്നായി. ഇപ്പം ഈ ഫൈബർ കൊണ്ട് 2 സ്ട്രിങ് ആക്കാം. വേഗാവ് ആയി. നമുക്ക് ഒരു ബാക്ക് പാക്ക് ക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ കുറച്ച് വുഡ് വേണ്ടി വരും തോന്നുന്നു. വുഡിനെ കൊണ്ട് വല്ല ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ചെസ്റ്റ് ഇത് ബാക്ക് പാക്ക് കൂടി ഉണ്ടാകുന്നതുകൊണ്ട് ഇതൊന്നും ക്ലിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. സ്മോൾ ബാക്ക് പാക്ക് എന്നല്ല എഴുതിയിട്ടുണ്ട്. അത് എന്തെങ്കിലും ആയിരിക്കും. സ്റ്റോറേജ് ബോക്സ്. അത് നമുക്ക് 50 വുഡ് കൊണ്ട് പറ്റും. അപ്പോൾ ബാക്ക് പാക്ക് അവിടെ ഞാൻ ഇട്ടേ. പക്ഷെ ബാക്ക് പാക്ക് ഞാൻ അവിടെ തറയിലിട്ടു. കിട്ടി. ഇൻവെൻട്രി. ഈ വുഡ് താഴെ ഇട്ടിട്ട് ഈ ബാക്ക് പാക്ക് എടുത്തിട്ട് ഈ ബാക്ക് പാക്ക് ഇവിടെ ഇട്ട. അയ്യേ, 3 സ്ലോട്ടിന് വേണ്ടിയിട്ടാണ് എത്ര തുള്ളിയത്. എടോ കഷ്ടം. ഈ ഒരു ബാക്ക് പാക്ക് സ്മോൾ ബാക്ക് പാക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മിക്കവാറും ഇത് ഭയങ്കര ഏറ്റവും ചെറിയ ബാക്ക് പാക്ക് ആയിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ ബാക്ക് പാക്കിന് അത്ര ആകെ 6 സ്ലോട്ട് അല്ല 10 സ്ലോട്ടായിട്ടു. ഫസ്റ്റ് ഒരു ആക്സ് ആക്കണം. ആക്സ് ആക്കാൻ നമ്മൾ ധൃതി പിടിച്ചിട്ട് ഒന്നും ചെയ്തില്ല. ആദ്യം വുഡ് വെട്ടണം. ക്ലിക്ക് ചെയ്തുകൊണ്ടൊക്കെ കുറേ ഫൈബറും വുഡും എന്തൊക്കെയോ കിട്ടും. ഇതെന്തോ മിഷൻ. ഒരു ആക്സും കൂടെ ഒക്കെ നമുക്ക് ഇനി എന്തോ XP കിട്ടും തോന്നുന്നു. ഇതൊക്കെ XP എന്നൊക്കെ കാണിക്കുന്നത്. ആക്സ് ആവുന്ന ടൈമിൽ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് നടക്കാം. ബിൽഡിങ്ങിലേക്ക് ഒന്ന് നടക്കാം. പക്ഷെ ഇതൊക്കെ ഇവിടെ ഒരു മരം വീണിട്ട് അവിടെ ഒരു മരം വീണിട്ടുണ്ട്. ഈ മരം എന്താ സംഭവം? അത് വെട്ടാൻ പറ്റുമോ? വെട്ടി വെക്കാം. 3 വുഡ്. സാധാരണ ഒരു വുഡൊക്കെയാണ് കിട്ടല്. ഇത് ലാഭമുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ മരം നല്ലത്. പിന്നെ കണ്ടവനെ ഫൈബറും കിട്ടുന്നില്ല, വുഡ് മാത്രം. അവസാനം ഒരു വുഡ് മാത്രം കിട്ടി. പിന്നെ ഇവിടെ എവിടെയോ വണ്ടി. ആ കാറ് നമുക്ക് എടുക്കാൻ കഴിയുമോ? ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് എന്താ ഇതെന്താ മെഷീൻ? പ്ലേസ് ഐറ്റം ടു സെല്ലോ. അപ്പോൾ നമുക്ക് ഈ ഗോൾഡ് കോയിൻ കിട്ടാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. എന്തിപ്പോൾ സെല്ല് ചെയ്യുക? ഇത് സെല്ല് ചെയ്യുക. അപ്പോൾ 12. ഇത് സിൽവർ കോയിനല്ലേ? ഗോൾഡ് കോയിൻ ഇപ്പം എങ്ങനെ കിട്ടല്? പേപ്പറും വെക്കാം. പിന്നെ ഈ ഫൈബർ കൊണ്ട് സ്ട്രിങ് ആക്കാമല്ലോ, അത് വേണ്ട. പിന്നെ ഇത് വെക്കാം ഗൈസ്. ഈ ഒരൊറ്റ വുഡില്ലേ, അത് വെക്കാം. പിന്നെ അത് മതി.
ഓ ടൈമും ആണല്ലേ. ഈ പൈസ കൊണ്ട് ഇനി എന്താ ചെയ്യാം? അതപ്പം നോക്കാം. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടാക്കണമല്ലോ. നമുക്ക് ഈ വണ്ടി എടുത്ത് അവിടെ ഒരു വുഡ് ഉണ്ടല്ലോ, ആ വുഡിൻ്റെ അടുത്തേക്ക് പോകാം. നല്ല സ്പീഡ്, ഇയാളെ കാട്ടി സ്പീഡുണ്ട്. ഇപ്പൊ കുത്തു കീ ഇതാണ് ഞാൻ പറഞ്ഞ വുഡ്. ഇത് നമുക്ക് നമ്മളെ ആ ഒരു ഭാഗത്തേക്ക്, ആ ഒരു കൊളൂല ഭാഗത്തേക്ക് വണ്ടി കൊണ്ടുപോവാം. ഇനി മുതൽ ഇത് എൻ്റെ വണ്ടി. വേഗം ഒന്ന് വെട്ട് വിസ്കുട്ടി. പിന്നെ നമുക്ക് ഈ വണ്ടി കയറി. ഇത് അപ്ഗ്രേഡൊക്കെ ചെയ്യാൻ പറ്റുമോ? പിന്നെ ഡിക്കിയിലെന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കുണ്ടാവാം. ഇതൊക്കെ എനിക്ക് വേണം. പിന്നെ ഒരു വുഡും ഉണ്ട്. പെട്രോൾ ഈ വണ്ടിക്ക് ആവശ്യമില്ല, അത് അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കട്ടെ. എവിടേക്കോ തിരിക്കുന്ന ഒരു കൺട്രോളും ഇല്ല. വണ്ടി വെള്ളത്തിനകത്ത് കയറ്റി എന്തായിരിക്കും അവസ്ഥ. സ്റ്റോപ്പ്. ഇവിടെ നിർത്തിയിടാം. ഈ വണ്ടി കൊണ്ട് നമുക്ക് ഈ സ്ഥലത്തൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ എവിടെയെങ്കിലും ചെസ്റ്റ് ഉണ്ടാക്കിയിടണം. അതിൻ്റെ ഒരു വുഡ് മറ്റാണ് ഈ ചെസ്റ്റിന്. ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ആ ടൈം കൊണ്ട് വേറെ ഒന്നും ക്ലിക്ക് ചെയ്യാൻ കഴിയില്ലല്ലേ. ഈ ഗെയിമിൽ എങ്ങനെയാണ് ഈ ഒരു കോയിൻ കിട്ടാൻ അറിയുന്നവരെ കാര്യങ്ങൾ പറയണം. പിന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവുന്ന ഈ എപ്പിസോഡിലല്ല, അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം. അതിൻ്റെ അകത്തൊക്കെ പോയി നോക്കാം. പിന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും അതെല്ലാം ഒന്ന് പറയണം. ഇനി ഗണ്ണ് പൈസ കൊടുത്തിട്ട് അല്ലാണ്ട് എവിടെ നിന്നെങ്കിലും കിട്ടുമെന്നും പറയണം. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, എല്ലാം ചെയ്യണം. പിന്നെ ഒന്ന് വേഗാവോ? ഒരു സാറുമാറൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര വേഗം. ഇതൊക്കെ അടുത്ത ലെവലാകുമ്പോൾ കിട്ടുമെന്ന് തോന്നുന്നു. ഇതൊന്ന് ക്രാഫ്റ്റിംഗ് ടേബിളോ? ആയോ? ആയി. ഇതെങ്ങനെ ഇപ്പോൾ പ്ലേസ് ചെയ്യാം? ഇങ്ങനെയാണല്ലോ. ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. ഇത് എൻ്റെ എടുത്ത് ഇവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ ഇത്ര സ്റ്റോറേജ് ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. മൈൻക്രാഫ്റ്റ് ചെസ്റ്റിൻ്റെ വില മനസ്സിലായോ? ആ ചെസ്റ്റിലൊക്കെ എത്ര സ്റ്റോറേജ്, ഇതിൽ ഇത്ര ഇല്ല. പക്ഷെ ഞാൻ ഒരു സാധനം വെക്കുമ്പോൾ സ്പ്ലിറ്റായിട്ട് രണ്ടെണ്ണമായി പോണു. വേറെ എന്തെങ്കിലും ഞെക്കിയിട്ടുണ്ടോ? ഇവിടെ ഒരു സ്പ്ലിറ്റ് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് ഓഫാക്കിയാൽ ഇനി സ്പ്ലിറ്റ് ആവില്ല. അതാണ് കാര്യം. ആ പെട്ടി നിറഞ്ഞു. ഇത്രയേ ഉള്ളൂ ഒരു പെട്ടി. ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വെക്കാം. ഇനി ഒരു വുഡ് വെക്കാം. പിന്നെ ബാൻഡേജ് ഇരിക്കട്ടെ. പിന്നെ ഈ എപ്പിസോഡിന് എത്ര ലെങ്ത്തായി? അത്യാവശ്യം ലെങ്ത്തായി. എന്നാൽ ഈ പെട്ടീനെ മേലെ കയറി എന്ന് പറയാം. എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ, ബൈ.